സത്യം സ്വീകരിക്കുന്നതിനു വേണ്ടി അനുഭവിക്കേണ്ടി വന്നതായ കഷ്ടതകളെയും യാതനകളെയും കുറിച്ച് മിസ്സിസ് വത്സല നെൽസൺ അവരുടെ ജീവിതാനുഭവം വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അവരുടെ ജീവിതാനുഭവത്തിൽ ദൈവം ചെയ്തതായ നന്മ എന്താണെന്ന് ഞങ്ങളോടൊപ്പം നിങ്ങളും കാണുക. സത്യത്തിൻ്റെ പാതയിൽ നിൽക്കണം എന്ന ഉറച്ച തീരുമാനത്തോടുകൂടെ ഒരു കുടുംബത്തിലുള്ളതായ 4 തലമുറക്കാർ ഒരുമിച്ച് സത്യം സ്വീകരിച്ചപ്പോൾ ഉണ്ടായതായ മാറ്റം ആ കുടുംബത്തിൽ ചില്ലറയൊന്നും ആയിരുന്നില്ല. തീർച്ചയായും സത്യത്തെ സ്നേഹിച്ചതുകൊണ്ട് സത്യത്തെ മാറോട് ചേർത്ത് ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം മിസ്സിസ് വത്സല നെൽസൺ തീരുമാനിച്ചു. അവരുടെ കുടുംബ അംഗങ്ങളും അവരുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് കാണാം. ഞങ്ങൾ ഒരു കത്തോലിക്ക സമുദായത്തിലാണ് ജനിച്ച് വളർന്നത്. 5 വയസ്സ് വരെ ഞങ്ങളതിലായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് എൻ്റെ അപ്പച്ചൻ മരിച്ചു പോകുന്നു. ഫാദർ മരിച്ചുപോയി. ഫാദർ മരിച്ചു പോയതിന് ശേഷം വളരെ കഷ്ടപ്പെട്ടു. ഞങ്ങൾ 3 മക്കളാണ്. ഞങ്ങളുടെ അമ്മ 21 വയസ്സേ ഉള്ളായിരുന്നു. അപ്പച്ചനും അമ്മയായിട്ട് 10 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇങ്ങനെ ആയതോടുകൂടി ഞങ്ങളെ നോക്കാനായിട്ട് ആരുമില്ലായിരുന്നു. അപ്പച്ചൻ്റെ വീട്ടുകാരും അവിടെ ചെന്ന് നിൽക്കുകയാണെങ്കിൽ അവർ നോക്കും, അല്ലെങ്കിൽ ഇല്ല. അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു, സിറ്റുവേഷനിലായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിലെ അമ്മാമ്മയും പിന്നെ 2 അങ്കിളുമാരുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലായിരുന്നു ഞങ്ങളെല്ലാം താമസിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പച്ചൻ മരിച്ചു പോയത്. അപ്പച്ചൻ മരിച്ചതിന് ശേഷം ഒരു സഹായവും ഇല്ലാതെയായി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പാസ്റ്റർ മേവാൾഡ് വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് കണ്ടു. അപ്പോൾ അതിനു മുമ്പ് അമ്മയ്ക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു ഈ സമുദായത്തിൽ നിൽക്കാനായിട്ട്. കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ പുള്ളി എങ്ങനെയും മാറണം എന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ അപ്പച്ചനോട് പറയുമായിരുന്നെന്ന് പറയുമായിരുന്നു, അമ്മ ഞാൻ ഈ സഭ വിട്ടു പോകത്തേ ഉള്ളൂ, എനിക്ക് ഇഷ്ടമില്ല ഇവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ വിട്ടുപോയാൽ എൻ്റെ വീട്ടുകാർ വളരെയധികം പ്രശ്നം ഉണ്ടാക്കും, അതൊക്കെ ആലോചിച്ചിട്ട് നീ അങ്ങനെ ഡിസൈഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. അതിന് ശേഷമാണ് ഇത് ഇങ്ങനെ പുള്ളിയുടെ മരണം സംഭവിച്ചത്. പിന്നെ അവരാരും ഞങ്ങളെ നോക്കാനായിട്ടുള്ള ഒരു ഇതില്ല. അവർ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ 15 രൂപ തരാം. ആ 15 രൂപ ഞങ്ങൾ അവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ 15 രൂപ ഞങ്ങൾക്കും 4 പേർക്കും കൂടി, അല്ലെങ്കിൽ 5 രൂപ. ഞങ്ങളുടെ അമ്മ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ 5 രൂപയെ തരത്തുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ ഞങ്ങൾ ഇവിടെ നിന്നു. അപ്പോഴേ ഞങ്ങൾ ഈ 5 രൂപയ്ക്ക് വേണ്ടി പുതുക്കാട് വരെ പോകണം. അങ്ങനെ അതൊക്കെ വലിയ സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഒത്തിരി ആൾക്കാർ വരുമായിരുന്നു. ഇപ്പം ഇവർ പെന്തക്കോസുകാർ, അങ്ങനെയുള്ള വേർപാട് സഭക്കാരൊക്കെ കുറേ പേര് ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങളെ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുപോകണം എന്നുള്ള ഇതിൽ വരുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അമ്മയും ഞങ്ങളൊക്കെ ഓരോ സഭകളും പോയി നോക്കി. അവിടെയൊക്കെ ചെന്നിട്ടൊന്നും അമ്മയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ആക്ച്വലി ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫാസ്റ്റർ എ ജോസഫിൻ്റെ മകള് എൻ്റെ കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെനിക്ക് ഈ സഭയെക്കുറിച്ചും അറിയത്തില്ല, അവരെക്കുറിച്ചും അറിയത്തില്ല. അപ്പോൾ ഇവൾ ശനിയാഴ്ച തോറും ക്ലാസ്സിൽ വരത്തില്ലായിരുന്നു. ക്ലാസ്സിൽ വരാതായിട്ടെന്നായപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു, നീ എന്താ ശനിയാഴ്ച ക്ലാസ്സിൽ വരാത്തത്? അപ്പോൾ അവൾ പറഞ്ഞു തന്നായിരുന്നു, ഇങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച ആചരിക്കുന്നവരാണ്, ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണ്, മിഷൻ ക്വാർട്ടേഴ്സിലാണ് എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ ഒരു അറിവ് ശബദിനെക്കുറിച്ച് ഇങ്ങനെ ശനിയാഴ്ച ആചരിക്കുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അവളോട് കൂട്ടായിരുന്നു. അതിന് ശേഷമൊക്കെയാണ് ഈ പിന്നെ 5-ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഈ ഇത് കാണുന്നത്, പാസ്റ്റർ മേവാൾഡ് ഈസ് കമ്മിങ്, അപ്പോൾ മേവാൾഡ് വരുന്നു എന്നുള്ളൊരു നോട്ടീസ് മാത്രം, അത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അമ്മയും ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ അമ്മാമ്മയും ഞങ്ങളെല്ലാവരും കൂടെ മീറ്റിങ്ങിന് പോകുമായിരുന്നു. മിഷൻ ക്വാർട്ടേഴ്സിലായിരുന്നു മീറ്റിംഗ്. അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ പാട്ടുകളും അവിടുത്തെ ഇതെല്ലാം കണ്ട് നമ്മുടെ പാസ്റ്റർമാരുടെ മക്കൾ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ കുട്ടി ഉണ്ടായിരുന്നു, നിർമ്മല.
അപ്പോൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്നപ്പോൾ ഞാൻ അവരുടെ കൂടെ ചെന്നിരുന്ന് പാട്ട് പാടുകയും അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും പിന്നെ ഒരു ഇത് കാണിക്കുന്നുണ്ടായിരുന്നു സ്ക്രീനിൽ. ഓരോ ഈ വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്നുള്ള അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് അവിടെ കാണിക്കുമായിരുന്നു. ആ ഇത് സ്ലൈഡ്സ് കാണിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റായി. അങ്ങനെ സമയം കഴിഞ്ഞു പോയി. അപ്പോഴേ പിന്നെ മീറ്റിങ്ങുകളൊക്കെ നടന്നു. പാസ്റ്റർ മേവാൾഡ് പ്രസംഗിക്കുകയും പിന്നെ കുറേ പാസ്റ്റർമാർ നമ്മുടെ ഒക്കെ വന്ന് അവിടെ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ അപ്പോൾ പാസ്റ്റർ ON ജോർജ് ആയിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ തൃശ്ശൂരിലെ പാസ്റ്റർ. അങ്ങനെ ഞങ്ങൾ മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞ് 3 മാസം മറ്റോ ആയിരുന്നു ആ മീറ്റിംഗ്. ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ സ്നാനത്തിൻ്റെ ഇത് വന്നു. അപ്പോൾ സ്നാനപ്പെടാനായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ അവർ പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോഴും അറ്റൻഡ് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സ്നാനപ്പെടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം ആദ്യമായിട്ട്. എൻ്റെ അമ്മയൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ ജോർജ് സാർ പറഞ്ഞു അയ്യോ മോളെ നിനക്ക് ഇപ്പോൾ സ്നാനപ്പെടാൻ പറ്റത്തില്ല, നീ 10 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോൾ അത്രയും ചെറുതായിരിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ മേവാൾഡ് പറഞ്ഞു വേണ്ട, അവളെ തടുക്കരുത്, അവൾ സ്നാനം എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അമ്മയും അമ്മാമ്മയും ഒക്കെ റെഡിയായി സ്നാനപ്പെടാനായിട്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ 11 പേരുണ്ടായിരുന്നു സ്നാനപ്പെടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ 3 ജനറേഷനെ ഈ ഇവിടെ ഇറക്കി നിർത്തിയിട്ട്, അപ്പോൾ അവിടെ ഒരു ചെറിയ ടാങ്ക് ആയിരുന്നു നമുക്ക് പള്ളിയുടെ പുറത്തായിട്ട്, അവിടെ ഇറക്കി നിർത്തിയിട്ട് പാസ്റ്റർ ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് സ്നാനപ്പെടുത്തി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പാസ്റ്റർ ജോർജ് എന്ന് പറഞ്ഞ് കൊട്ടാരക്കര ഒരു ബോർഡിംഗ് സ്കൂളുണ്ട്, അവിടെ മോള് പോയി പഠിച്ചാൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ പോയി പഠിക്കാനുള്ള പൈസയൊന്നുമില്ല, പക്ഷെ എങ്ങനെയോ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു അവിടേക്ക് വിട്ടു. അവിടെ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫീസില്ലാതെ വരുമ്പോൾ പുറത്തേക്ക് ആക്കും, അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു കൊട്ടാരക്കര സ്കൂളിൽ. പൈസ കൊണ്ടുവന്നില്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്ത് നിർത്തും. അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെയൊക്കെ കടന്നുപോയി. ഒത്തിരിയും അതെല്ലാം പറയുകയാണെങ്കിൽ ഇവിടെ സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. അങ്ങനെ ഈ സ്നാനപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ വീട്ടുകാരറിഞ്ഞെന്ന് തോന്നുന്നു സ്നാനപ്പെട്ടു എന്നുള്ളത്. അപ്പോഴാണ് ഞങ്ങൾ സാധാരണ വേനൽ അവധി കാലത്ത് അവരുടെ വീട്ടിൽ പോയി താമസിക്കുമായിരുന്നു. അങ്ങനെ പോയപ്പോഴാണ് എൻ്റെ ഉപ്പാപ്പൻ്റെ വീട്ടിലെ പുതുക്കാടാണ്. അവർക്ക് നല്ല കഴിവുള്ളവരാണ്. അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പുകളായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്ന് സാധാരണ അവിടെ ചെല്ലുന്ന പോലെ ചെന്നു. അപ്പോൾ രാത്രിയായപ്പോൾ പുള്ളിക്കാരൻ കുടിച്ചിട്ട്, അത് ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഉണ്ട്, കുടിച്ചിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സാധാരണ അവിടെ ചെല്ലുമ്പോൾ അവരെ പുസ്തകത്തിലത്തെ പ്രാർത്ഥന ചൊല്ലിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇളയപ്പാ, ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു എന്താ നീ ചെയ്യാത്ത? അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു, ഇത് വായിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു, നിങ്ങൾ 3 പേര് ഇവിടുന്ന് ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. സത്യം സ്വീകരിച്ചതുകൊണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ 4 പേർ വീട്ടിൽ നിന്ന് പോകാനൊരിടമില്ലാതിരിക്കുന്നതായ ഒരവസ്ഥ. നിങ്ങൾക്കും അതിൻ്റെ വേദന മനസ്സിലാക്കാവുന്നതേ. ദൈവം ഈ കുടുംബത്തെ എപ്രകാരം നയിക്കും, വ്യക്തമായ ധാരണയോടുകൂടെ ദൈവ പദ്ധതിയിലൂടെ സഞ്ചരിക്കുവാൻ അവർ തീരുമാനിച്ചു. ദൈവം അവരെ ഒരിക്കലും കൈവിട്ടില്ല എന്ന് മാത്രമല്ല, ദൈവം അവർ ചിന്തിച്ചതിലും നനച്ചതിലും ഉപരിയായി വളരെ വ്യക്തമായ രീതിയിലൂടെ ദൈവം അവരെ നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. എനിക്കന്ന് ഭയങ്കര പേടിയൊക്കെ ഉണ്ട്. എന്നാലും അവർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണമെങ്കിൽ അടുത്ത വീട്ടിലങ്ങനെ പോയി രാത്രി ഉറങ്ങിയിട്ട് നേരം വെളുത്ത് പോകാം എന്നുള്ള ഇതായി. അങ്ങനെ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഞാനും ഇളയപ്പനും. അപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ അവിടെ കിടപ്പുണ്ടായിരുന്നു, അടുത്ത കട്ടിലിൽ കിടപ്പുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ പുള്ളിക്ക് ദേഷ്യം വന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ആ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഞാനും
പോകും ഇവിടെ നിന്ന് പറഞ്ഞു. ഈ രാത്രി അവരെ ഇറക്കി വിടാനോ എന്ന് ചോദിച്ചിട്ട് വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്നാൽ നാളെ രാവിലെ പോകാൻ പറഞ്ഞു. അപ്പോൾ ഇളയമ്മോട് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊടുക്കരുത്, അവർ രാവിലെ എഴുന്നേറ്റ ഉടനെ അവരെ വിളിച്ച് വിടണമെന്ന് പറഞ്ഞു. നേരം വെളുത്തിട്ട് ഞങ്ങൾ പോയി. പുള്ളിക്കാരി ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നു, കഴിച്ചിട്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ അന്ന് രാത്രിയിലെ ഞങ്ങളുടെ അമ്മയ്ക്കൊരു ദർശനം ഉണ്ടാകുന്നു, ഇങ്ങനെ മക്കളെ 3 പേരെയും വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നു. അപ്പോൾ അമ്മ ആ സമയം കണ്ട് അവിടെ നിൽക്കുക, വീടിൻ്റെ അവിടെ നിൽക്കുക, ഞങ്ങൾ വരുന്നതും കാത്ത്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇങ്ങനെ വരിക. അപ്പോൾ കുറച്ച് വഴി എത്തിയിരുന്നപ്പോൾ വല്യപ്പച്ചൻ അങ്ങ് പോയി. വല്യപ്പച്ചനെ അമ്മയെ ഫേസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞങ്ങളെ 3 പേരെയും കുറച്ച് ദൂരം വരെ പോയിട്ട് വിട്ടിട്ട് പുള്ളിക്കാരൻ അങ്ങ് പോയി മൂത്ത മകൻ്റെ വീട്ടിൽ, തൃശ്ശൂരാണ് അവരുടെ വീട്. അപ്പോൾ ഞാൻ വരുമ്പോൾ അമ്മ അവിടെ നിന്നുകൊണ്ട് ചിരിച്ചു, എന്താ ദൈവം എന്നെ കാണിച്ച പോലെ തന്നെ നിങ്ങൾ വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അമ്മ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു, ഞാൻ എന്താ നിങ്ങൾ അവിടെ സംഭവിച്ചതെല്ലാം ഞാൻ അറിഞ്ഞു, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ടേ ഇല്ല, കുറേ വർഷങ്ങൾ അങ്ങനെ പോകത്തൊന്നുമില്ല, അങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പോയി, അവിടെ പഠിക്കാൻ തുടങ്ങി, അവിടെ 10 വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോഴേ അമ്മയ്ക്ക് അവർ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണം എന്നുള്ള ഇതിൽ, അപ്പോൾ ഈ ബൈബിൾ വുമണായിട്ട് ആദ്യമായിട്ട് പറഞ്ഞയക്കുന്നു. അപ്പോൾ പട്ടിക്കാട് ഇത് നടത്തുമായിരുന്നു, മീറ്റിംഗ് നടത്തുമായിരുന്നു. മീറ്റിംഗ് നടത്തുമ്പോൾ അവിടെയാണെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ച ഒരാളെ കുത്തിക്കൊന്ന ആളുടെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. പിന്നെ മീറ്റിംഗ് നടത്തുന്നത് കുത്തിയവൻ്റെ സ്ഥലമായിരുന്നു. അവിടെ എഫർട്ട് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പാസ്റ്റർ PC മാത്യു, പിന്നെ കുറേ പാസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും, പിന്നെ ഇത്യാനം ആൻറ്റിയും അമ്മയാണ് അവിടെ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടി. അമ്മ അന്ന് അത്ര പ്രായമില്ല, 26 വയസ്സ് അങ്ങനെ ആയിട്ടുണ്ടാവുമായിരുന്നു. 5 വർഷം കഴിഞ്ഞിട്ടാണിത് അപ്പച്ചൻ മരിച്ചിട്ട്. എന്നിട്ട് അവിടെ ചെന്നിരുന്നപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര പേടി. എന്നിട്ട് ഇത് പ്രാർത്ഥിച്ചിട്ട് അവിടെ കിടന്നു. അന്നത്തെ ദിവസം എല്ലാ പാസ്റ്റർമാരും അവരുടെ വീടുകളിലേക്ക് പോയി. അപ്പോൾ അമ്മയും ഇറ്റാനമാൻറ്റി മാത്രമേ ഉള്ളൂ അവിടെ. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് അന്ന് ഭയങ്കര പേടിയായിട്ട് അമ്മ പ്രാർത്ഥിച്ചിട്ട് കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും അന്ന് രാത്രിയിൽ അമ്മയ്ക്കൊരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് അവർ കിടക്കുന്നതിൻ്റെ ചുറ്റും വന്നിരിക്കുക. അമ്മ എപ്പോഴും പറയും, ഞാൻ എപ്പോഴും പറയുന്നത്, മുട്ടിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ദൂതന്മാർ, വെള്ള വസ്ത്രം ധരിച്ചിട്ട്. ആ സമയത്ത് അവർ പാട്ട് പാടുന്നു, ദൂതരിറങ്ങി മേലിൽ നിന്നു ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നു എന്നുള്ള പാട്ട്. അങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷം കൊണ്ട് അമ്മയുടെ ശബ്ദം ഇങ്ങനെ അങ്ങ് വന്നു. അപ്പോഴേ ഇറ്റാനമാൻറ്റി വിചാരിച്ചു അമ്മയ്ക്ക് പേടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ അവർ അമ്മയെ ഉണർത്തിയപ്പോഴത്തേനും എല്ലാ ദൂതന്മാരും അങ്ങ് പോയി. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അയ്യോ, എന്നെ എന്തിനായിട്ട് ചെടുത്തി എന്നെ ഉണർത്തിയത്, ദൂതന്മാരൊക്കെ പറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോഴേ അമ്മ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിവേ, അപ്പോൾ അന്ന് തൊട്ട് അമ്മയ്ക്ക് അവിടെ കിടക്കാനോ ഒന്നിനും പേടിയില്ലായിരുന്നു. പിന്നെ അവിടുന്ന് പല സ്ഥലങ്ങളിലും ബൈബിൾ വുമണായിട്ട് ഒരു 5 വർഷത്തോളം കോളിയാടി, വയനാട്, പിന്നെ വേറെ ചില സ്ഥലങ്ങളിലൊക്കെ, പിന്നെ എറണാകുളത്തുണ്ടായിരുന്നു. ഞാൻ കൊട്ടാരക്കരയായിരുന്നു. എൻ്റെ ആങ്ങളമാർ 2 പേരും അമ്മയുടെ കൂടെ, പിന്നെ അമ്മയുടെ 2 മക്കളും ഉണ്ട്. അവരുടെ കൂടെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. അവരുടെ വീട്ടിൽ എന്നുവെച്ചാൽ അമ്മ വീട്ടിൽ വാടക വീടാണ്, സ്വന്തമായിട്ട് വീടൊന്നുമില്ല. അപ്പോൾ അവിടെ താമസിക്കുമായിരുന്നു അവർ. കൊട്ടാരക്കര പോയിട്ട് 1 വർഷം നാട്ടിലോട്ട് വന്നില്ലായിരുന്നു. വെക്കേഷനൊക്കെ വരുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ പോകുമ്പോൾ ചില കുട്ടികൾ പിന്നെ ഫീസ് കൊടുക്കാൻ ഇതില്ലാത്തവരൊക്കെ അവിടെ നിന്ന് തന്നെ ജോലി ചെയ്ത് അവിടെ തന്നെ താമസിച്ചു. അപ്പോൾ സെക്കൻഡ് ഇയറിൽ
ഒരു പ്രാവശ്യം ക്രിസ്മസിനോ മറ്റോ പോയി നാട്ടിലേക്ക്. അങ്ങനെ ചില പ്രാവശ്യം പോകും, ചില പ്രാവശ്യം പോകില്ല. പൈസ വല്ലതും അമ്മ അയച്ച് തന്നാൽ വണ്ടിക്കൂലിക്ക് അപ്പോഴേ പോകാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം വരാതിരുന്നിട്ടുണ്ട്, പല പ്രാവശ്യം വന്നിട്ടുമുണ്ട്. എഫർട്ടുകളിൽ നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ 5 years വരെ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പക്ഷെ അന്ന് ആ സ്വപ്നം കണ്ടതിന് ശേഷം അമ്മയ്ക്ക് നല്ല വിശ്വാസവും ഒരു ഭയമില്ലാതെ ആയി. ദൈവം എന്നെ നടത്തും. പലരും പറഞ്ഞു, നീ എങ്ങനെ ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, എന്നെ എൻ്റെ ദൈവം നടത്തും എന്ന് പറയും. അപ്പം അങ്ങനെ വലിയ ധൈര്യത്തോടു കൂടി തന്നെ ഈ 3 മക്കളെയും പഠിപ്പിച്ച് എല്ലാം സമയം കഴിച്ചു കൂട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ അവർ ട്രെയിനിങ് ദ കോൾപോട്ടേഴ്സ്. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അമ്മ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുത്തും വായനയൊക്കെ അറിയുന്നത് കൊണ്ട് 7ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ ആ അറിവ് വെച്ചിട്ട് അമ്മയെ പോയി അവിടെ. അപ്പോൾ എല്ലാ ആണുങ്ങളാണ് കോൾപോട്ടേഴ്സ്, പിന്നെ അമ്മ മാത്രം അന്ന് ലേഡി കോൾപോട്ടറായിട്ടുണ്ടായിരുന്നു. അതിലെന്തോ പരീക്ഷകളൊക്കെ ഇടും. അപ്പോൾ അവരുടെ ഇതെല്ലാം കണ്ട് അപ്പോൾ അമ്മയ്ക്ക് ചാൻസ് കിട്ടി. അവർ കോൾപോട്ടർ ആയിട്ട് എടുത്തിട്ട് പിന്നെ തനിയെ പോകാനായിട്ട് ഇച്ചിരി ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പോയത് ജോർജേട്ടൻ്റെ മോള് എൽസി എന്ന് പറഞ്ഞിട്ട് കൂടെ പോകാനായിട്ട്. ഗ്രന്ഥ സുവിശേഷീകരണം അവരുടെ ഉപജീവന മാർഗമായിരുന്നുവെങ്കിൽ അനേകരെ സത്യം അറിയിക്കുന്നതിന് അതൊരു വലിയ മുഖാന്തരമായി ഇന്ന് കേരളത്തിലുള്ളതായ ദൈവജനം അത് മനസ്സിലാക്കും. വരാനിരിക്കുന്നതായ ഒരു വലിയ സമൂഹത്തിൻ്റെ മുൻഗാമികളായി മാത്രം ഇവർ സഞ്ചരിച്ചു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തെ അറിയുന്നതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നതായ പാത്രങ്ങളെ ദൈവം ഓരോ സ്ഥലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും അവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ടും ഇരുന്നു. ആ കൂട്ടത്തിൽ ഈ കുടുംബത്തെയും ദൈവം ഭദ്രമായ നിലയിൽ ഒരുമിച്ച് കൂട്ടിച്ചേർത്തു. അപ്പോൾ പിന്നെ കോൾപോട്ടർ വേല തുടങ്ങിയപ്പോൾ തൊട്ട് ഓരോരുത്തർ കുറച്ച് ടൈമിങ് ഫ്യൂ മന്ത്സ് അങ്ങനെയൊക്കെ കൂടെ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇറ്റിയാനമാൻറ്റി വന്നു. ഇറ്റിയാനമാൻറ്റിക്ക് ഇതിനെക്കുറിച്ച് അധികമൊന്നും അറിയില്ലെങ്കിലും അമ്മയുടെ കൂടെ പോകും, അമ്മ ക്യാൻവസ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നാണ് ചിന്നമ്മാൻറ്റി, ബേബി ആൻറ്റിയുടെ നാത്തൂൻ. അവർ രണ്ടുപേരും പിന്നെ കുറേ നാൾ അമ്മ റിട്ടയർഡ് ആകുന്നത് വരെ അവർ ജോലി ചെയ്തു. ഈ ജോലി ചെയ്തുകൊണ്ടാണ് ഞങ്ങളെ 3 പേരെ പഠിപ്പിച്ചത്. എൻ്റെ ആങ്ങളമാരെ കോളേജിൽ വിട്ടതും ഞാൻ പിന്നെ 10 കഴിഞ്ഞ് നേഴ്സിങ്ങിന് പോയപ്പോൾ നേഴ്സിങ്ങിന് ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നു. 18 rupees ഞങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുമായിരുന്നു. അപ്പോൾ എന്നെക്കുറിച്ച് വലിയ ഇതില്ല. മറ്റേ എൻ്റെ സണ്ണി ബ്രദറിനെ, എൻ്റെ നേരെയുള്ള ബ്രദറിനെ സ്പൈസർ കോളേജിൽ 1 വർഷം വിട്ടു. പിന്നെ ഇളയ ആങ്ങള ജോയ് ഡേവിസ് ഇവിടെ കേരളവർമ്മ കോളേജിലും സെൻറ്റ് തോമസ് കോളേജിലൊക്കെ പഠിച്ച് അവൻ്റെ BA തീർത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും പഠിപ്പിച്ച് ഒരു നിലയിലാക്കി. ഞാൻ പിന്നെ നഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞ് വിവാഹം കഴിച്ചു. അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ ഹെൽപ്പ് കിട്ടിക്കൊണ്ടിരുന്നു, പിള്ളേർക്കും അമ്മയ്ക്കും അമ്മാമ്മയൊക്കെ. അങ്ങനെ ദൈവം അങ്ങനെ ഓരോ ഘട്ടത്തിലും ഞങ്ങളെ അനുഗ്രഹിച്ച് പലരും അധികം സഹായങ്ങളൊന്നും കിട്ടില്ലെങ്കിലും 1-2 പേര് ഞങ്ങൾക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു. അതിൽ പാസ്റ്റർ ഈസ്റ്റർ ബ്രൂക്ക് ഞങ്ങളുടെ പ്രിൻസിപ്പള്, പുള്ളിക്കാരനെ സ്പൈസർ കോളേജിൽ പോകാനായിട്ട് കുറച്ച് പൈസ അമ്മയ്ക്ക് കൊടുത്തു അവനെ വിടാനായിട്ട്. ഞങ്ങൾ 2 പേരും ഒരേ വർഷം തന്നെ പോയത്. നേഴ്സിങ്ങിന് ഞാനും പോന്നു, അവൻ കോളേജിലും പോയി. അങ്ങനെ പലരുടെയും സഹായത്താലും എൻ്റെ അമ്മയുടെ ഹാർഡ് വർക്കും ദൈവത്തിലുള്ള വിശ്വാസവും എന്നെ ദൈവം നടത്തും. എന്നുവെച്ചാൽ യേശു പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ആ സ്വപ്നത്തിൽ ഒരു സ്വപ്നം കാണുന്നുണ്ടായിരുന്നു അമ്മ. അതിൽ പറഞ്ഞു, ഈ സഭയിൽ ചേരുന്നതിന് മുമ്പ് ഈ മറ്റുള്ള സഭകളിലെല്ലാം പോയി ഒന്നും സാറ്റിസ്ഫൈ അല്ലാതിരുന്നപ്പോൾ ഈ നോട്ടീസ് കാണുമ്പോൾ യേശുവിനോട് അമ്മ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തരും ഓരോ നിലയിലിങ്ങനെ വന്നു. അന്ന് ഈ നോട്ടീസ് കണ്ടപ്പോൾ അന്ന് രാത്രിയിൽ അമ്മയ്ക്കൊരു സ്വപ്നം ഉണ്ടാകുന്നു. അമ്മ ശരിക്കും യേശുവിനെ കാണുന്നതായിട്ടാണ് പറഞ്ഞത്. ഒരു ദർശനം പോലെ യേശു നല്ല ഒരു ബ്ലൂ റോബ് ഇട്ടിട്ട് അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. അപ്പോഴമ്മ ചോദിക്കുകയാണ്, യേശുവേ നിനക്കറിയില്ലേ ഞാനൊരു വിധവയും എൻ്റെ മക്കൾ അനാഥരാണെന്ന്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ ചോദിക്കുന്നു. ആ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, മകളെ നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഇറങ്ങി പുറപ്പെടുക, നീ ഒരു വിധവയും നിൻ്റെ മക്കൾ അനാഥരാണെന്നും എനിക്കറിയാം. ഇത്രയും പറഞ്ഞു. അപ്പോഴത് കേട്ടപ്പോഴാണ് ആൾക്ക് നല്ല ധൈര്യം കിട്ടിയതും പിന്നെ മുന്നോട്ട് പോകാനായിട്ട് ഉള്ള ധൈര്യം വന്നത്. അങ്ങനെ ദൈവം ഇതുവരെ ഞങ്ങളെ നടത്തിയെന്ന് പറയാം. എത്രയും കഷ്ടത്തിലും പ്രയാസങ്ങളിലൊക്കെ പോയപ്പോഴെല്ലാം ദൈവം തന്നെ തുണയായിരുന്നു. അന്ന് സ്നാനപ്പെട്ടവരിൽ ഞങ്ങൾ 3 പേരേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഞാൻ മാത്രമുണ്ട്. ഇപ്പോൾ എന്ത് വന്നാലും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നടത്തും എന്നുള്ള ആ പ്രത്യാശയിൽ ഇന്ന് വരെ ദൈവം നടത്തി. അപ്പോൾ മറ്റുള്ളവർക്ക് അത് കാണുമ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടുകാർക്കൊക്കെ ഞങ്ങളെ അവർ ജാതി മാറിപ്പോയി, അവർ ജാതികളിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒത്തിരിയും കുറ്റം പറയുമായിരുന്നു. അവർക്ക് നാണക്കേടായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ദൈവം അവരെക്കാട്ടിലും ഉത്തമമായിട്ട് ഞങ്ങളെ വഴി നടത്തി. ബൈബിൾ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ നിന്നെ തലയാക്കും വാലല്ല എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ തലയാക്കി. ഇപ്പം ഞങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ഫിഗറായി ആ കുടുംബത്തിൽ. എന്തൊരു ആവശ്യങ്ങൾ വന്നാലും എല്ലാം. ഞങ്ങളൊരു സഭ മാറിയെങ്കിലും എൻ്റെ അപ്പച്ചൻ്റെ ഒരു ചേട്ടൻ പറയുമായിരുന്നു, അവളും അവളുടെ മക്കളും നല്ല രീതിയിൽ വരും എന്ന് പറയുമായിരുന്നു. എന്നുവെച്ചാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ. പിന്നീടാണ് ഞങ്ങൾ അവരോട് അമ്മ ക്യാൻവാസിന് പോകുമ്പോൾ അമ്മയുടെ വീട്ടിൽ അമ്മ അവരുടെ വീടുകളിലേക്ക് പോകും, അവരായിട്ട് സംസർഗം പുലർത്തി വന്നു. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ അവർ വിളിക്കും. വിവാഹമോ മരണമോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അവർ അമ്മേനെ വിളിക്കും. ഞാനിവിടെ കാണത്തില്ല, അമ്മയും ഇളയ സഹോദരനും അവർ 2 പേരും കൂടിയാണ് മിക്കവാറും പോകാറ്. പിന്നെ ഞങ്ങൾ എന്നിട്ട് കുവൈറ്റിൽ പോയി ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ശബദിൻ്റെ പ്രോബ്ലം വന്നു മക്കൾക്ക് സ്കൂളിൽ. അപ്പോൾ ഞങ്ങൾ എൻ്റെ 2 മക്കളെ ഇങ്ങോട്ട് വിട്ടു, 3 പേരെയും പിന്നെ ഇളയവനെയും വിട്ടു. അപ്പോൾ 3 പേരും ഇവിടെ താമസിച്ചിരുന്ന അമ്മയുടെ കൂടെ, മക്കൾ 3 പേരും. അപ്പോൾ അങ്ങനെ അവർ ഇവിടെ 5-8 വർഷം അമ്മയുടെ കൂടെ ഇവിടെ നമ്മുടെ സ്കൂളിൽ പഠിച്ച്. അതുകൊണ്ട് അവർക്കും ഒരു ഫൗണ്ടേഷൻ കിട്ടി. ശബദം എന്താണ്, ശബദ് കൊണ്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച വിധങ്ങൾ. ശബദ് കൊണ്ടെന്ന് വെച്ചാൽ ശബദിൽ ചേർന്നതിന് ശേഷം ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതും എല്ലാവർക്കാണ്. അതുകൊണ്ട് പരീക്ഷകൾ വന്നാൽ, ശബദിന് പരീക്ഷ വന്നാൽ അവർ ആരും പരീക്ഷയ്ക്ക് പോകാതെ അവരുടെ വർഷങ്ങൾ പലതും പോകേണ്ടി വന്നു അവർക്ക്. അതുകൊണ്ട് പല സമയങ്ങളിൽ അവർക്ക് പ്രയാസങ്ങൾ വന്നെങ്കിലും നമ്മൾക്ക് ധൈര്യമായിട്ട് നിലനിൽക്കുവാൻ തക്കാണ് സാധിച്ചു. ദൈവം പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മളെ മാനിക്കും. ഇന്ന് വരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് വളരെ സന്തോഷമായിട്ട് പറയാൻ സാധിക്കും, ഇന്ന് വരെ അവർ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. One of my cousin brought me to Louisville, and there I passed matriculation examination. Then they chosen me to go to Spicer College for Youth Congress. I went there. That summer I worked. I became an Adventist. I worked like coal porter, and we are poor people. Only basic English and only Bible
rest of the time we were working like cleaning the church and bathrooms and everything. I was working very sincerely. After 2 years, there was a notice. Those who like to join nursing, please write examination. So I wrote examination, I passed, and God brought me to Newsville as a nursing student. My wife was also my classmate, 1966 class. Their second year we got friendly and we got married in 1971. പണ്ട് സത്യത്തിന് വേണ്ടി അവർ ഒരു തീരുമാനമെടുത്തപ്പോൾ ദൈവം ഇത്രമാത്രം അവരെ അനുഗ്രഹിക്കും എന്ന് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ദൈവം വിശ്വസ്തൻ ആയതുകൊണ്ട് അവരുടെ കുടുംബത്തെ മൊത്തമായി ദൈവം അനുഗ്രഹിച്ചു. ദൈവം അവർക്ക് നൽകിയതായ 3 മക്കളെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഇന്ന് പലർക്കും ആശ്വാസമായിരിക്കേണ്ടതിന് ഈ കുടുംബത്തെ ദൈവം എടുത്ത് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളും ദൈവ പദ്ധതി അനുസരിക്കുവാൻ തീരുമാനിച്ചാൽ തീർച്ചയായും ദൈവം നിങ്ങളെയും ഉയർത്തും. അവൻ വാലല്ല, നിങ്ങളെ തലയാക്കുവാൻ വിളിച്ചിരിക്കുന്നു.